എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അവോയ്ഡ് ബ്ലെയിമിങ് ഈച്ച് അതർ അറ്റ് SCO മീറ്റ്. ഇത് ഇൻ്റർനാഷണൽ റിലേഷൻസിലും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബോഡീസ് ഒക്കെ നോക്കുമ്പോൾ നമ്മൾ SCO എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പറ്റിയായിരിക്കും നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. പിന്നെ 5 eyes സപ്പോർട്ട്സ് കാനഡ ഇൻ സ്പാറ്റ് വിത്ത് ഇന്ത്യ ഓൺ നിജാർ. ഓക്കെ, അത് 5 eyes എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ പറ്റിയായിരിക്കും നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നോക്കുന്നത്. ഇത് രണ്ടും GS2 ഇൻ്റർനാഷണൽ റിലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്പോട്ട് ലൈറ്റിംഗ് ദ വർക്ക് ഓഫ് എക്കണോമിക്സ് നോബൽ വിന്നേഴ്സ്. അതായത് GS3 എക്കണോമിയായിട്ട് റിലേറ്റഡ് ആയിട്ട് എക്കണോമി പരമായിട്ടുള്ള പോളിസി മേക്കിങ്ങിൽ ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഒരു നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ കണ്ടുപിടുത്തങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. എഡിറ്റോറിയലുള്ളൊരു ആർട്ടിക്കിളാണ്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അബ്ജക്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മുടെ ഹങ്കർ ഇൻഡെക്സിൽ നമ്മുടെ റാങ്കിങ് പൂറായതിൻ്റെ റീസണും അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ പോളിസി ചേഞ്ചസ് കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ആ ഒരു ആർട്ടിക്കിൾ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ന്യൂസ് നമ്മൾ പോകുമ്പോഴേക്കും ഇന്ത്യ പാകിസ്ഥാൻ അവോയ്ഡ് ബ്ലെയിമിങ് ഈച്ച് അതർ അറ്റ് SCO മീറ്റ്. The recent Shanghai Cooperation Organization meeting in Islamabad marked a notable movement in India-Pakistan relations as External Affairs Minister S. Jaishankar and his Pakistani counterpart 𝗗𝗄𝘅 held informal interaction. അതിൽ എന്താണ് എക്സ്ചേഞ്ചസ് വേർ പോസിറ്റീവ് ആയിരുന്നു compared to previous interactions, focusing on economic and cross-border issues while avoiding contentious topics like Kashmir dispute. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ്, ഷാങ്ഹായ് കോപ്പറേഷൻ്റെ ഡീറ്റെയിൽസാണ് കൂടുതലും നോക്കുന്നത്. പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ? ഓക്കെ, SCO എന്ന് പറയുന്നത് ആക്ച്വലി ഷാങ്ഹായ് 5 അത് 1996 ചൈന, റഷ്യ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ ആൻഡ് തജിക്കിസ്ഥാൻ എന്ന 5 രാജ്യങ്ങൾ കൂടിയാണ് ഷാങ്ഹായ് 5 ഫോം ചെയ്തത് ടു അഡ്രസ് എക്സ്ട്രീമിസ്റ്റ് ആൻഡ് എത്നിക് ടെൻഷൻസ് പോസ്റ്റ് USSR കൊളാപ്സിന് ശേഷം ഒരു എക്സ്ട്രീമിസ്റ്റ് അല്ലെങ്കിൽ എത്നിക് ടെൻഷൻസിനെ കേർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ, അതായത് ഷാങ്ഹായ് 5 എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വന്നത്. ഓക്കെ, അപ്പം ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ 15th June 2001 ഇൻ ഷാങ്ഹായ്, ആഡിങ് ഉസ്ബെക്കിസ്ഥാൻ ആസ് ദ 6th member. നൗ ഇതിൽ 9 മെമ്പേഴ്സ് ഉണ്ട്. ഇന്ത്യ, ഇറാൻ, കസാക്കിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ബെലറൂസ് ആണ് റീസെൻ്റ്ലി ജോയിൻഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത്. 2014 ആണല്ലോ ജോയിൻ ആയത്. വൈൽ അഫ്ഗാനിസ്ഥാൻ ആൻഡ് മംഗോളിയ ഹാവ് ഒബ്സർവർ സ്റ്റാറ്റസ്. ഓക്കെ, ഈ മാപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ നമുക്ക് കാണാം. ഓക്കെ, എല്ലാം ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് തരുന്ന ഒരു ഓർഗനൈസേഷനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ എന്നും കൂടി ഓർത്തിരിക്കുക. സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഫോക്കസസ് ഓൺ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ഏഷ്യ, ഓഫറിംഗ് ആൻ ഓൾട്ടർനേറ്റീവ് ടു ദ വെസ്റ്റേൺ ഇൻ്റർനാഷണൽ ഓർഡർ, represents 40% of global population, with the member countries contributing to over 23 trillion to the global GDP. Okay, act as a platform for Russia and China to counterbalance US influence alongside BRICS. ഓക്കെ, ഇതിൻ്റെ ഇന്ത്യക്ക് SCO എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നെന്ന് പറയുന്നത് റീജിയണൽ കോപ്പറേഷനാണ്. എനേബിൾസ് ഇന്ത്യ ടു ഡീപ്പൻ ടൈസ് വിത്ത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്. ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലോട്ടുള്ളൊരു ബ്രിഡ്ജ്, എസ്പെഷ്യലി ഇന്ത്യ പാകിസ്ഥാനും ഒരുമിച്ച് വരുന്ന വളരെ ചുരുക്കം ഒരു ഓർഗനൈസേഷൻസിൽ ഒന്നാണ് SCO എന്ന് പറയുന്നത്. ഇംപ്രൂവിങ് റീജിയണൽ കോപ്പറേഷൻ സിൻസ് 1991, ഫെസിലിറ്റേറ്റ്സ് ഡയലോഗ് ഓൺ കോമൺ സെക്യൂരിറ്റി കൺസേൺസ് വിത്ത് കീ റീജിയണൽ ആക്ടേഴ്സ്. പിന്നെ കൗണ്ടർ ടെററിസം എഫേർട്സ് ആണ്. റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ റാറ്റ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SCO ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്നും കൂടി ഓർത്തിരിക്കുക. ഹെൽപ്സ് ഇന്ത്യ വിത്ത് ഇൻ്റലിജൻസ് ഷെയറിംഗ്, കൗണ്ടർ ടെററിസം എക്സസൈസസ് ആൻഡ് ടാക്ലിംഗ് ഡ്രഗ് ട്രാഫിക്കിംഗ്. ഓക്കെ, പിന്നെ ചാലഞ്ചസ് ഫോർ ഇന്ത്യ എന്താണ്? ബാലൻസിങ് റിലേഷൻസ് വിത്ത് ചൈന ആൻഡ് റഷ്യ വൈൽ മാനേജിങ് ടൈസ് വിത്ത് പാകിസ്ഥാൻ, അഡ്രസ്സിങ് സെക്യൂരിറ്റി കൺസേൺസ്
ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എസ്പെഷ്യലി ഇൻ ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്. അങ്ങനെയുള്ള നമുക്കറിയാം ഒരു ചൈനയ്ക്ക് എഡ്ജ് തരുന്ന എന്നാൽ ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് അല്ലെ സ്കീംസൊക്കെ ചൈന കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് ഒരു എക്കണോമിക് കോപ്പറേഷൻ സെക്യൂരിറ്റി കൺസേൺസ് ഒക്കെ ഉണർത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ എൻഷുറിങ് സ്ട്രാറ്റജിക് ഓട്ടോണോമി ആൻഡ് ഇൻക്രീസിങ് ട്രേഡ് വിത്ത് SCO കൺട്രീസ് എമിഡ്സ് റീജിയണൽ കോംപ്ലക്സിറ്റീസ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. SCO എടുക്കാനായിട്ടൊരു കാരണം കൂടിയുണ്ട്. 2021 മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഒരു ചോദ്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ക്രിട്ടിക്കലി എക്സാമിൻ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് SCO, വാട്ട് ഇമ്പോർട്ടൻസ് ഡസ് ഇറ്റ് ഹോൾഡ് ഫോർ ഇന്ത്യ. ഇപ്പോൾ കറണ്ട് കേസ് സിനാരിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്പെഷ്യലി ചൈനീസ് ടെൻഷൻ, തൈവാൻ ടെൻഷൻ നടക്കുന്നു, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ് ടെൻസ് ആകുന്നു. അപ്പം റഷ്യൻ വാർ ഇൻവോൾവ്മെൻറ്റ്, ഈ സെൻട്രൽ ഏഷ്യൻ റീജിയനിലുള്ള ന്യൂസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് കുറച്ച് ഹൈലൈറ്റഡ് ആകുന്ന ഒരു ടൈമാണ്. ഓക്കെ, അപ്പം SCO എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഓർഗനൈസേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 5 Eyes എന്ന് പറയുന്ന ഓർഗനൈസേഷനെ പറ്റിയാണ്. 5 Eyes സപ്പോർട്ട്സ് കാനഡ ഇൻ സ്പാറ്റ് വിത്ത് ഇന്ത്യ ഓൺ നിജാർ. അപ്പോൾ ഇതിൻ്റെ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം 2-3 ദിവസമായിട്ട് ഒരു ഡിപ്ലോമാറ്റിക് പ്രോബ്ലം ഓൺഗോയിങ് ആണ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കാനഡ. ദ ഡിപ്ലോമാറ്റിക് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് കാനഡ ഓവർ ദ അലസ്ഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് ഇൻ 2023 കില്ലിംഗ് ഓഫ് പ്രോ ഖലിസ്ഥാൻ ആക്ടിവിസ്റ്റ് 𝗗𝗶𝗃𝗀𝗃𝗃 has intensified. Okay, അപ്പം 5 Eyes alliance consisting of Australia, Canada, New Zealand and United Kingdom and United States has shown support for Canada's judicial process. UK recently expressed full confidence in Canada's investigations, adding to the diplomatic role. Okay, അപ്പോൾ അതിൽ ഇന്ത്യയും കാനഡയും ഡിപ്ലോമാറ്റ്സിനെ എക്സ്പെൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 5 Eyes അലയൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. 5 Eyes അലയൻസ് ഇസ് എൻ ഇൻ്റലിജൻസ് ഷെയറിംഗ് അലയൻസ്. അതായത് ഈ 5 കൺട്രീസും തമ്മിലുള്ള, അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം UK ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഈ 5 കൺട്രീസും തമ്മിലുള്ള ഇൻ്റലിജൻസ് ഷെയർ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് 5 Eyes എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി UK-USA അഗ്രിമെൻറ്റ്, എ ട്രീറ്റി ഫോർ കോപ്പറേഷൻ ഇൻ സിഗ്നൽസ് ഇൻ്റലിജൻസ്. ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അലയൻസ് ഫെസിലിറ്റേറ്റ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് എ ബ്രോഡ് ഇമേജ് ഓഫ് ഇൻ്റലിജൻസ് എമംഗ് മെമ്പർ നേഷൻസ്, മേക്കിംഗ് ഇറ്റ് വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് ഇൻ്റലിജൻസ് കൊളാബറേഷൻസ് ഗ്ലോബലി. ഓക്കെ, it has expanded to include 9 Eyes, adding countries like Netherlands and France, and 14 Eyes, further including nations such as Germany and Spain. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമേഷൻ ഹിസ്റ്ററി എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, originated during the World War II when UK and US agreed to share intelligence after successfully deciphering German and Japanese codes. BRUSA agreement of 1943 laid the foundation, followed by the UK-USA agreement in 1946. Canada joined in 1949, while Australia and New Zealand followed in 1956, forming the current 5 Eyes structure. ഓക്കെ, ഇപ്പം ഇത് അഗ്രിമെൻറ്റ് അൺഒഫീഷ്യലി അക്നോളജ്ഡ് ആയിരുന്നു 2010 വരെ, പിന്നെ അത് ഡീക്ലാസിഫൈഡ് ആയി. ഇതെങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത്? അപ്പോൾ ഈ അലയൻസ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് കോപ്പറേഷൻ ഓൺ ഇൻ്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി മാറ്റേഴ്സ്. ഇറ്റ് ഹാസ് ബിക്കം മോർ ക്ലോസ്ലി അലൈൻഡ് ഓൺ ഇഷ്യൂസ് സച്ച് ആസ് കൗണ്ടറിങ് ദ റൈസ് ഓഫ് ചൈന. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാഡ് പോലത്തെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ 5 Eyes, ഇതൊക്കെ കൗണ്ടറിങ് ചൈനാസ് റൈസ് ടു പവർ അല്ലെങ്കിൽ ഗ്ലോബൽ പവർ ആകുന്നതിനെ കൗണ്ടർ ചെയ്യുന്ന ഓർഗനൈസേഷനിലൊന്നാണ് 5 Eyes എന്നും കൂടി ഓർത്തിരിക്കാം. ബാക്ക്ഡ് ബൈ ഷെയർഡ് ലാംഗ്വേജ്, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് ഡെക്കേഡ്സ് ഓഫ് കൊളാബറേഷൻ, ദ 5 Eyes ഇൻ്റലിജൻസ് ഓവർസൈറ്റ് ആൻഡ് റിവ്യൂ കൗൺസിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2016 ഫോർ നോൺ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഓവർസൈറ്റ്. ഓക്കെ, ഇപ്പോൾ 5 Eyesൽ എന്താണ് റോള്? ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഇഷ്യൂ ഒന്ന് അലയൻസ് ഡൈനാമിക്സ് ആണ്. വിത്ത് കൺട്രീസ് ലൈക്ക് US, UK ആൻഡ് ഓസ്ട്രേലിയ ഹാവിംഗ് സിഗ്നിഫിക്കൻറ്റ് ഇന്ത്യൻ ഒറിജിൻ പോപ്പുലേഷൻസ് ആൻഡ് സം ഹിസ്റ്ററി ഓഫ് പ്രോ ഖലിസ്ഥാൻ ആക്ടിവിറ്റീസ്, ദ ഇഷ്യൂ ഹാസ് ബ്രോഡർ ഇംപ്ലിക്കേഷൻസ് ഫോർ 5 Eyes members. Alliance members are historically close to Canada, yet India's emerging global stature also influences their diplomatic stance. ഒരു മീഡിയേഷൻ റോൾ എന്ന രീതി നോക്കുകയാണെങ്കിൽ 5 Eyes members could play a mediating role in resolving the issue by using intelligence insights and diplomatic channels to facilitate dialogue.
The US in particular may act as a mediator given its strategic relations with India and Canada. Security and intelligence cooperation കേസിലാണെങ്കിൽ intelligence shared within the alliance could shape diplomatic strategies and responses, especially in addressing cross-border terrorism and security concerns related to pro-Khalistan movement. പിന്നെ ഇംപ്ലിക്കേഷൻസ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണ്? ബാലൻസിങ് ദ റിലേഷൻസ്. ചാലഞ്ച് ലൈസ് ഇൻ മെയിൻറ്റെയിനിങ് സ്ട്രാറ്റജിക് ടൈസ് വിത്ത് ദ US, UK ആൻഡ് ഓസ്ട്രേലിയ വൈൽ മാനേജിങ് ഫോളോ ഔട്ട് വിത്ത് കാനഡ. പിന്നെ അതായത് ബാക്കി കൺട്രീസിനെ നമുക്ക് പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു സ്ട്രാറ്റജിക് റിലേഷൻസ് കാനഡയായിട്ട് കീപ്പ് ചെയ്യാൻ വേണം. കാരണം ഒരു ഹൈ എമൗണ്ട് ഓഫ് ഇന്ത്യൻ ഡയസ്പോറ ഉള്ളത് കാനഡയിലാണ്. ഓക്കെ, ഈ കൺട്രീസിലുണ്ട് താനും, പക്ഷേ ഇങ്ങനെ ഒരു ക്ലാഷ് വരുമ്പോൾ നമ്മുടെ സിറ്റിസൺസ് തന്നെയാണ് അവിടെ എഫക്റ്റ് ആകാൻ പോകുന്നത്. ഡിപ്ലോമാറ്റിക് സ്ട്രാറ്റജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, India's diplomatic approach needs to be nuanced, leveraging bilateral relations with Five Eyes countries to counterbalance the current diplomatic tensions. International image എന്ന് പറയുമ്പോൾ navigating this situation is crucial for India's global image, especially as a proponent of sovereignty and non-interference. അതായത് വേറൊരു കൺട്രിയിൽ പോയാണ് നമ്മൾ അവിടുത്തെ സിറ്റിസനെ എലിമിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഗ്ലോബൽ ഇമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സോവറിനിറ്റിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അതായത് വേറൊരു കൺട്രിയുടെ സോവറിനിറ്റിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻ വന്നു എന്ന രീതിയിൽ വരും. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ, ഫൈവ് ഐസ് അലയൻസ് സ്റ്റാൻഡ്സ് ഓൺ ഇന്ത്യ കാനഡ ഡിസ്പ്യൂട്ട് ഹൈലൈറ്റ്സ് എ കോംപ്ലെക്സ് ഇന്റർപ്ലേ ഓഫ് ഇന്റലിജൻസ് ഷെയറിംഗ്, ഡിപ്ലോമസി ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. വൈൽ outright support for either side is unlikely, mediation efforts by the alliance could help in de-escalate the tensions, balancing their historical alliance with Canada and growing strategic partnerships with India. Okay, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ട്, GS3 എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ വർക്കിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പോളിസി മേക്കിങ്ങിലാണേലും ഗവർണൻസിലാണേലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. കോണ്ടെക്സ്റ്റ്: ദ 2024 Nobel Prize in Economics Sciences was awarded to 𝗗𝗏, Simon Johnson and James Robinson for their research on how institutions like law, rules and the organizations shape a country's economic development. ഓക്കെ, അപ്പം അവരുടെ വർക്ക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ either help a country grow or hold it back depending on how they can set up. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണ് എന്നൊക്കെയാണ് അവരുടെ ഒരു നോബൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ സെറ്റ് ഓഫ് റൂൾസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് അഫക്റ്റ് പീപ്പിൾ, ഹൗ പീപ്പിൾ ആൻഡ് ബിസിനസ്സസ് ബിഹേവ്. ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊട്ടക്ട് റൈറ്റ്സ് ആൻഡ് എൻഷുർ ഫെയർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കൊരു മിക്സ്ഡ് എക്കണോമി അല്ലെങ്കിൽ ഫ്രീ എക്കണോമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലേ. കുറച്ചുകൂടി ഫ്രീ എക്കണോമി ആണെങ്കിൽ ബിസിനസ്സസ് ബൂം ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അതൊക്കെ ഒരു ഗവൺമെൻറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കൺട്രോൾ വരുമ്പോഴാണ്. ഓക്കെ, വൈൽ ബാഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലൗ പവർ ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ, മേക്കിംഗ് ഇറ്റ് ഹാർഡ് ഫോർ മോസ്റ്റ് പീപ്പിൾ ടു സക്സീഡ്. ലോങ് ലാസ്റ്റിംഗ് എഫക്ട്സ് ഓഫ് കൊളോണിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Nobel winners show that institutions set up during colonial times have long-lasting effects on today's economies. Where colonial powers established unfair systems, countries have struggled to develop, while places with fair institutions have grown faster. ഓക്കെ, ഇപ്പം നോബൽ പ്രൈസ് വിന്നേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ, ദ ഗ്രേറ്റ് എക്കണോമിക് ഡിവൈഡ്. ദെയർ റിസർച്ച് എക്സ്പ്ലെയിൻസ് വൈ വെസ്റ്റേൺ യൂറോപ്പ് ബിക്കം ഇക്കണോമിക്കലി അഡ്വാൻസ്ഡ്. ഫേവറബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെൽപ്പ് ദീസ് കൺട്രീസ് ബെനിഫിറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആൻഡ് ഗെയിൻ വെൽത്ത്. പിന്നെ യൂസിങ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് ഫോർ എവിഡൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, they studied how different colonial policies affected economic growth. For instance, in places where European settlers faced high mortality rates, extractive and unfair institutions were set up, which still affect development today. പിന്നെ harmful effects of extractive institutions. Extractive institutions limit opportunities for most people and concentrate wealth and power. The scholars argue that such institutions hinder a country's ability to grow എക്കണോമിക്കലി. ഓക്കെ, പോളിസി മേക്കേഴ്സിനുള്ള ലെസൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കസ്റ്റമൈസ് സൊല്യൂഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് വൺ സൈസ് ഫിറ്റ്സ് ഫോർ ഓൾ. അതായത് ദ വിന്നേഴ്സ് ഷോഡ് ദാറ്റ് ഈച്ച് കൺട്രിയുടെ സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. പോളിസീസ് മസ്റ്റ് അഡ്രസ് സ്പെസിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാംസ്. അതായത് പോവർട്ടി ആണെങ്കിലും ഇന്ത്യൻ കൈൻഡ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കീംസ് ഇറക്കുവാണെങ്കിൽ
പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്ന സ്കീമാണെങ്കിൽ ആക്ച്വലി പോവർട്ടി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ലെവൽസിലുണ്ട്. ഓക്കെ, അപ്പം ഏത് തലത്തിലുള്ള പോവർട്ടീനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പം പോളിസി മേക്കിങ്ങിൽ എല്ലാവർക്കും മണി അല്ലെങ്കിൽ പൈസ കിട്ടിയാൽ പോവർട്ടി മാറും എന്നുള്ളൊരു സൊല്യൂഷൻ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അതൊരു സർട്ടൺ സെക്ഷൻ ഓഫ് ആൾക്കാരിലാണ് ആ പോവർട്ടി മാറുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് വേണ്ട ആൾക്കാർക്ക് അതും ഒരു പോവർട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ലൈക്ക് ഇന്ത്യ, ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു എൻഷുർ ഫെയർനെസ് ആൻഡ് എൻകറേജ് ഗ്രോത്ത് ഈസ് ക്രൂഷ്യൽ. ഹൗ ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് കൺട്രീസ് നീഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് എൻകറേജ് ഇന്നോവേഷൻ, protect property rights and promote fairness. Such institutions help a nation grow and improve the quality of life for its citizens. പിന്നെ ബ്രേക്കിംഗ് ദ വിഷ്യസ് സൈക്കിൾ ഓഫ് അൺഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ചേഞ്ചിങ് എക്സ്ട്രാക്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഒരു പവർഫുൾ ഗ്രൂപ്പ്, അതായത് ഈ റിഫോംസ് അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ മാർക്കറ്റ് എക്കണോമിക് കൊണ്ടുവരാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കണം. എന്നാലേ എല്ലാവർക്കും ഗ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബ്രോഡർ ലെസൺസ് ഓൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൂവിങ് ബിയോണ്ട് സ്റ്റാൻഡേർഡ് എക്കണോമിക് പോളിസീസ്. അതായത് നോബൽ വിന്നേഴ്സ് ആർഗ്യൂ ദാറ്റ് economic policies need to be tailored to each country's history and institutions rather than using a uniform approach like one promoted by Washington consensus. പിന്നെ ആക്ഷൻസ് caution on following China model. അതായത് China has achieved rapid economic growth. The scholars suggest that growth may slow down if institutions remain extractive. Balanced reforms that ensure accountability and openness are needed for sustainable ആയിട്ടുള്ള ഗ്രോത്തിന് ഒരു ബാലൻസ്ഡ് ആൻഡ് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെന്നാണ് പറയുന്നത്. കൺക്ലൂഷൻ ആണെങ്കിൽ 2024 എക്കണോമിക് നോബൽ പ്രൈസ് underscores a crucial role of institutions in shaping a country's economic future. It shows that countries like India, the focus should be on building fair and inclusive institutions that help everyone to succeed, not just a few. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് ന്യൂസ്, നമ്മുടെ ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് അബ്ജക്റ്റ് ഫെയിലിയർ ആണ്. അതായത് ഇന്ത്യാസ് 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റാങ്കിങ്ങിൽ നമുക്ക് ഭയങ്കര കുറവ് റാങ്കിങ് ആയിരുന്നു. ഓക്കെ, അതായത് റാങ്കിങ് 105 ഔട്ട് ഓഫ് 127 കൺട്രീസിൽ 105 ആയിരുന്നു നമ്മുടെ റാങ്ക്. ഓക്കെ, in 19th editionൽ annual report highlighted the extent of hunger and undernourishment in India despite being one of the world's fastest growing economies with GDP nearly $4 trillion. ഇന്ത്യയുടെ റാങ്കിങ് ഒരു സീരിയസ് സ്കോറായിരുന്നു, ഏകദേശം ഒരു 27.3 നമുക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൻ്റെ കീ ഫൈൻഡിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലാമിംഗ് അണ്ടർ നറിഷ്മെൻറ്റ് ലെവൽസ് ആണ്. Approximately 14% of India's population, around 200 million people, are undernourished, a figure comparable to the population of Brazil. This makes India's undernourished population effectively the 7th most populous country if considered separately. Okay, അതായത് 7th most populated കൺട്രിയുടെ ലെവലിൽ തന്നെ നമുക്ക് അണ്ടർനറിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഡേറ്റ. GHI considers various data sources including India's sample registration system reports, which provide statistics on births, death and infant mortality, alongside reports from the Ministry of Women and Child Development and 𝗍𝗍𝗏. These data sets offer a comprehensive view on the state of food security and nutrition in the country. Okay, indicators of India's hunger crisis. ചൈൽഡ് മാൽന്യൂട്രീഷൻ ആൻഡ് മോർട്ടാലിറ്റി. അപ്പോൾ ഇതെല്ലാം ഡേറ്റയാണ്. ഇത് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇന്ത്യാസ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് സ്റ്റുഡ് അറ്റ് 26 per 1000 live births in 2022, which is close to the global average of 28. High rates of child stunting ഏകദേശം 35.5% and wasting 18.7% indicate widespread chronic malnutrition. ഓക്കെ, സ്റ്റണ്ടിങ്ങിൻ്റെ റേറ്റ് 35.5% ആണ്, വേസ്റ്റിങ്ങിൻ്റെ റേറ്റ് വരുന്നത് 18.7% ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ അണ്ടർ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഈ ഡേറ്റ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫുഡ് പ്രൊഡക്ഷൻ വേഴ്സസ് ഫുഡ് ആക്സസ്. ഡിസ്പൈറ്റ് എ ബമ്പർ crop of rice and wheat leading to one of the highest levels of food production, 332 million tons in 2023 to 2024, access to adequate nutrition remains limited.
extreme weather events affected pulses and vegetable output, contributing to rising food prices. പിന്നെ എക്കണോമിക് ഗ്രോത്ത് വേഴ്സസ് ഇൻകം ഇൻഇക്വാളിറ്റി ഒരു ഫാക്ടറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണെങ്കിലും അങ്ങനെയുള്ള ടോപ്പിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഡേറ്റ കോട്ട് ചെയ്യാം. ഇതെല്ലാം ഡേറ്റ പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഇന്ത്യസ് എക്കണോമി ഗ്രൂ അറ്റ് 6.8% in financial year 2024, yet the per capita income was only $2,485, much lower than the global average of $13,920. Okay, wide income disparities result in varied access to food, especially during periods of high food inflation, which more than doubled from 3.8% in financial year 2022 to 7.5% in financial year 2024. Okay, factors contributing to India's hunger problem എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഇമ്പാക്റ്റ് ആണ്. എക്സ്ട്രീം വെതർ കണ്ടീഷൻസ്, അതായത് ഫ്ലഡ്സ്, ഡ്രൗട്ട്സ്, ഇറാറ്റിക് റെയിൻഫോൾ ഒക്കെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലോ റിസർവോയർ ലെവൽസ് അല്ലെങ്കിൽ ഡാമേജ് ക്രോപ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഫുഡ് ഷോർട്ടേജസ്. പിന്നെ സിസ്റ്റമാറ്റിക് ഫെയിലിയേഴ്സ് ഇൻ സേഫ്റ്റി നെറ്റ്സ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസ്. എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ വളരെ പുവറാണ്. സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്സ് കുറവാണ്. ലാക്ക് ഓഫ് പ്രൊആക്റ്റീവ് മെഷേഴ്സ് ടു മിറ്റിഗേറ്റ് ഇമ്പാക്ട്സ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയിൽ ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ഇൻഅഡിക്വേറ്റ് പോളിസി റെസ്പോൺസസ്, അതായത് ഗവൺമെൻറ് ഈ ഹങ്കർ ടാക്കിൾ ചെയ്യാനായിട്ട് കുറേ സ്കീംസ് ഇറക്കുന്നുണ്ട്, ബട്ട് അതനുസരിച്ചുള്ള റിയൽ ഇമ്പാക്റ്റ് നടക്കുന്നില്ല. ഇംപ്ലിക്കേഷൻസ് ഓൺ ഇന്ത്യാസ് ഫ്യൂച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇമ്പാക്റ്റ് ഓൺ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. For India to benefit from its young and growing population, it must address the issue of malnutrition. Failure to do so may undermine productivity and economic growth in the long term. Okay, need for inclusive growth. Addressing hunger and malnutrition is crucial for achieving sustainable development. Policies must focus on reducing income inequality and ensuring that economic growth benefits most vulnerable populations. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന റെക്കമെൻഡേഷൻസ് എന്നാണ് പോളിസി ആക്ഷൻസിലുള്ള റെക്കമെൻഡേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, സ്ട്രെങ്തൻ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ്, എക്സ്പാൻഡ് ദ റീച്ച് ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് പ്രോഗ്രാംസ് ലൈക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, മിഡ് ഡേ മീൽ സ്കീമിലൊക്കെ ന്യൂട്രീഷ്യസ് ഫുഡ് ആക്സസ്, നമ്മളറിയാം ത്രിരംഗ ഫുഡ് സ്കീമൊക്കെ ആഡ് ചെയ്യാം. ഇന്നലത്തെ ന്യൂസിലും നമ്മളത് ഡിസ്കസ് ചെയ്തായിരുന്നു. അഡാപ്റ്റ് ടു climate change, invest in climate resilient agriculture practices and infrastructure to mitigate the impact of extreme weather events on food production, encourage the cultivation of drought resistant crops and improve irrigation systems. പിന്നെ ഇംപ്രൂവ് സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, അതായത് മാൽന്യൂട്രീഷൻ ആണെങ്കിലും ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ആണെങ്കിലും അതിനെല്ലാം പ്രോപ്പർ ഹെൽത്ത് കെയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ന്യൂട്രീഷൻ ഇൻ്റർവെൻഷൻസ് ഫോർ വൾണറബിൾ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ചൈൽഡ് അണ്ടർ 5 വേണ്ടിയിട്ടുള്ള പ്രോപ്പർ സ്കീംസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കൺക്ലൂഷനിൽ ദ 2024 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദ ഓൺഗോയിങ് ചാലഞ്ചസ് ഇന്ത്യ ഫേസസ് ഇൻ ടാക്ലിംഗ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ. അപ്പം ഈ ഒരു ഡിസ്പൈറ്റ് എക്കണോമിക് ഗ്രോത്ത്, സിസ്റ്റമാറ്റിക് ഇഷ്യൂസ് സച്ച് ആസ് ഇൻകം ഇൻഇക്വാലിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇൻഅഡിക്വേറ്റ് സേഫ്റ്റി നെറ്റ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കൺക്ലൂഷനിൽ പിന്നെയും റിയേറ്ററേറ്റ് അല്ലെങ്കിൽ പിന്നെ റീഎംഫസൈസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ വെൽ ടാർഗറ്റഡ് ആയിട്ടുള്ള പോളിസീസ് കൊണ്ടുവരണം, ക്ലൈമറ്റ് റിസൈലൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് വേണം. അപ്പോൾ അതിലൂടെ ഫുഡ് സെക്യൂരിറ്റിയും ഇന്ത്യയുടെ മാക്സിമം ഡെമോഗ്രാഫിക് ഡിവിഡൻഡും റീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ പ്രാവശ്യത്തെ DNA അനാലിസിലുണ്ടായിരുന്നത്. നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും 5 ഐസ്, അതുപോലെ തന്നെ SEO പോലത്തെ ഓർഗനൈസേഷൻസ് നമ്മൾ നോക്കി. അത് മെയിൻസിലും SEO പോലത്തെ ടോപ്പിക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കിയത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നോബൽ ലോറേറ്റ്സിൻ്റെ എക്കണോമിക് പോളിസീസ്, എക്കണോമിക് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് പോളിസി മേക്കിങ്ങിൽ എഫക്റ്റ് ആകുന്നത്. പിന്നെ ഹങ്കർ ഇൻഡെക്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ടാണ് പുറകോട്ട് പോയത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നമ്മൾ മുന്നോട്ട് പോകുക, ഒരു ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റാസും നമ്മൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.